ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ ഈ സുവിശേഷ ഭാഗത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. മർക്കോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ രചന അല്ലെങ്കിൽ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ രക്ഷകനായ ഈശോയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, മിശിഹായാണ്. ഈ മനുഷ്യൻ ദൈവപുത്രനാണ് എന്നൊരിക്കൽ കൂടി വായനക്കാരെയും കേൾവിക്കാരെയും ഓർമ്മപ്പെടുത്തുകയാണ് മർക്കോസ്. സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞ ഒത്തിരി പേരെ
നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ കുറച്ച് പേർ മാത്രമാണ് ഈശോ ദൈവപുത്രനാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നതും വിളിച്ചു പറയുന്നതും. അങ്ങനെ തിരിച്ചറിയുകയും വിളിച്ചു പറയുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥയാണ്, അത്ഭുതത്തിൻ്റെ കഥയാണ് ബർത്തിമേയ്സിൻ്റെ ജീവിത ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ എല്ലാവരുടെയും കേൾക്കെ വിളിച്ചു പറയുന്നത് ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതാണ്. ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. വൈരുദ്ധ്യങ്ങളുടെ ഒരു സുവിശേഷമാണിത്. ബർത്തിമേയ്സ് എന്ന് പറയുന്ന അന്ധയാചകനെയാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവൻ അന്ധനാണ്, അവൻ യാചകനാണ്. എന്നാൽ സുവിശേഷം കാഴ്ചയുള്ളവനായി അവതരിപ്പിക്കുന്നത് ഈ മനുഷ്യനെയാണ്. മറ്റുള്ളവർ കാണാത്തതിനെ ഇവൻ കാണുകയാണ്. ഇവൻ എന്താണ് കാണുന്നത്? ഇവൻ ചോദിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്? കൂടെ നിന്ന നാട്ടുകാരെല്ലാം വിളിച്ചു പറയുന്നു, നസ്രായനായ യേശു ഇതാ പോകുന്നു. എന്നാൽ അത് കേൾക്കെ അത് തന്നെ ആവർത്തിച്ച് പറയുകയല്ല ഈ മനുഷ്യൻ ചെയ്യുന്നത്. പിന്നെയോ അവൻ്റെ അറിവിലും അവൻ്റെ അനുഭവത്തിലുമുള്ള ദൈവത്തെക്കുറിച്ച് അവൻ പ്രഘോഷിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവൻ നസ്രായനാണെങ്കിൽ ഇവന് ഈശോ ദാവീദിൻ്റെ പുത്രനാണ്. കേട്ട അറിവ് വെച്ചുള്ള വിശ്വാസമല്ല, അനുഭവിച്ചറിയുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഈ മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്നത്. വംശപരമ്പരയുടെ ദൈവികതയെ തിരിച്ചറിഞ്ഞ് അതിനെ വിളിച്ചോതുകയാണ് ഈ അന്ധയാചകൻ. കാഴ്ചയില്ലാത്തവൻ കാണുന്ന ഒരു വൈരുദ്ധ്യം ഇവിടെ പ്രകടമാവുകയാണ്. രണ്ടാമതായി, ഇവൻ യാചകനാണ്. കൈനീട്ടി മറ്റുള്ളവരുടെ വസ്തുവകകൾ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ. പക്ഷേ സുവിശേഷത്തിൽ ഈ മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ ഇവൻ യാചകനാണെങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാകുന്നു. അവൻ എന്താണ് കൊടുക്കുന്നത്? വഴിയെ പോകുന്നവൻ വെറുമൊരു മനുഷ്യനല്ല, നസ്രായനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വലിയ സത്യത്തെ സമ്മാനിക്കുകയാണ്, കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് വെറുതെ എവിടെയെങ്കിലും വെച്ച് കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടവരല്ല നമ്മൾ. പിന്നെയോ അനുഭവിച്ചറിഞ്ഞ, തൊട്ടറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കലാകണം നമ്മുടെ വിശ്വാസം. ആ ഒരു ചിന്തയാണ് ഈ സുദിനം നമുക്ക് സമ്മാനിക്കുന്നത്. വീണ്ടും ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപറ്റം മനുഷ്യർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവനോട് നിശബ്ദരായിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവരാക്രോശിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ തേടുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പലർക്കും അലോസരമുണ്ടാകും. പലരെയും അത് അസ്വസ്ഥതപ്പെടുത്തും. പലർക്കും അത് ഇഷ്ടക്കേടുണ്ടാക്കും. മിണ്ടാതിരിക്കാൻ പറഞ്ഞ് നമ്മുടെ നാവടപ്പിക്കാൻ പലരുമുണ്ടാകും. പക്ഷേ ഈ മനുഷ്യനെ പോലെ എത്രമാത്രം അടക്കിയിരുത്താൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം ഉറക്കെ നിന്റെ ദൈവത്തെ വിളിക്കാൻ നിനക്ക് കഴിയുമ്പോൾ സംഭവിക്കുന്നത് വലിയ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിലേക്കാണ് സുവിശേഷം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിലവിളി കേട്ട് ഈശോ പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. തിരിച്ചറിയേണ്ട മനോഹരമായിട്ടുള്ള സുവിശേഷ ചിന്ത, ആരവങ്ങൾക്കിടയിൽ അലിഞ്ഞു പോകുന്ന ശബ്ദമായിരുന്നിട്ടുകൂടി ആ ശബ്ദത്തെ തിരിച്ചറിയുകയും ആ ശബ്ദത്തിനു വേണ്ടി കാതോർത്തു നിൽക്കുകയും അവന് വേണ്ടി വഴിവക്കിൽ കാത്തു നിൽക്കുകയും ചെയ്ത ക്രിസ്തുവിനെ നമ്മൾ കാണാതെ പോകരുത്. വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ, പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ നിന്റെ നിലവിളികൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മൾ വിചാരിക്കും, എന്നെ ആരും കേൾക്കുന്നില്ല, എൻ്റെ നിലവിളി കർത്താവ് കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ ഓർക്കണം, നമ്മുടെ നിലവിളികളും നമ്മുടെ കണ്ണുനീരും ഒക്കെ ഉത്തരമുള്ള പ്രാർത്ഥനകളായി അവൻ്റെ മുമ്പിൽ മാറുകയാണ്. പലരും നിശബ്ദരാക്കാൻ
നിശബ്ദരാക്കാൻ ശ്രമിക്കുമ്പോഴും നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെടുമ്പോഴും ദൈവത്തെ കൂടുതൽ ഉറക്കെ വിളിക്കാൻ നീ മനസ്സാകുമ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. ഇതുവരെ കാണാത്തതിനെ കാണാനുള്ള കൃപ നിനക്ക് കിട്ടുകയാണ്. ഇതുവരെ തൊട്ടറിയാത്ത ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള ഒരു കഴിവ് നിനക്ക് ലഭിക്കുകയാണ്. ഈശോ അവൻ്റെ അടുക്കലേക്ക് വരാൻ കാത്തു നിൽക്കുന്നുവെന്നുള്ള തിരുവചനമാണ്. ഈശോ അവനെ വിളിക്കാൻ ആളെ പറഞ്ഞയക്കുകയാണ്. ജനത്തോട് പറയുന്നു, അവനെ വിളിക്കുക. പ്രിയമുള്ളവരെ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗം, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നടന്നെടുക്കാൻ കൃപ കിട്ടിയവനാണ് ഈ ബർത്തിമേയുസ്. എന്നിട്ടോ ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ ചെന്നിട്ട് മനോഹരമായ ഒരു വാക്യം ഇപ്രകാരം പറഞ്ഞു കൊടുക്കുന്നു: ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള വചനം ഇതാണ്: ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നീ തളർന്നു പോയവനായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് വീണുപോയവനായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്തവനായി പോയവനായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള സന്ദേശം, ദൂത് ഇന്ന് നമുക്ക് ലഭിക്കുന്നു: ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു നിയോഗമാണ്, ഇതൊരു ദൈവവിളിയാണ്. എന്നെ ഏൽപ്പിക്കുന്ന ദൈവവിളി. എൻ്റെ ചുറ്റിലുമുള്ള മനുഷ്യർ വീണുകിടക്കുന്നവരും തളർന്നു പോയവരും തകർന്നു പോയവരുമുണ്ട്. അവരോടൊക്കെ ഈശോയുടെ മനോഹരമായിട്ടുള്ള സന്ദേശം പറയാൻ നിനക്ക് കഴിയുമ്പോൾ അതൊരനുഗ്രഹത്തിൻ്റെ നിമിഷം സമ്മാനിക്കുകയാണ്. ഞാൻ എന്താണ് പറയേണ്ടത്? ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈ പ്രഭാതത്തിൽ തമ്പുരാനോട് കൂടെ ആയിരിക്കുമ്പോൾ ഈ ദിവസം ഇത് നമുക്ക് മന്ത്രിക്കുന്നവരാകാം. ഒരുപക്ഷെ ജീവിത പങ്കാളിയോട്, അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കളോട്, നമ്മുടെ കൂടെയുള്ള മക്കളോട്, കൂടെ പിറപ്പുകളോട് ഈ ഒരു തിരുവചനം കാതിൽ മന്ത്രിക്കുന്നവരായി നമുക്ക് മാറാം. വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്: ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതേതെങ്കിലും ഒരു തവണ മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല, എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടുമൊക്കെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ മാറ്റമാണ്, അത്ഭുതമാണ്, ഒരു സന്തോഷത്തിലേക്ക് മിഴി തുറക്കലാണ്. ഈ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഏറ്റവും ഒടുവിലായി അവൻ വിളിച്ചു പറയുന്നു: കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം. പണ്ടെങ്ങുണ്ടായിരുന്ന അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇപ്പോഴവന് കാഴ്ചയില്ല, ഇപ്പോഴവനൊന്നും കാണാൻ പറ്റുന്നില്ല. പണ്ടുണ്ടായിരുന്ന കാഴ്ചയിലേക്കും ദർശന സൗഭാഗ്യത്തിലേക്കും അവനെ കൈപിടിച്ച് നടത്തണമേ എന്ന് അവൻ ആഗ്രഹിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അതൊരാഗ്രഹമായി കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് കാഴ്ച എന്ന് പറഞ്ഞാൽ? കാണേണ്ടതുപോലെ കാണലാണ് കാഴ്ച. അപ്പനെ അപ്പനായും അമ്മയെ അമ്മയായും ജീവിത പങ്കാളിയെ ജീവിത പങ്കാളിയായും മക്കളെ മക്കളായും കാണുക. അതാണ് പ്രധാനപ്പെട്ടത്, അതാണ് കാഴ്ച എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ താളുകളിലൊന്നിൽ ഒരു മനുഷ്യന് ഈശോ സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് അവനോട് ചോദിക്കുന്നു: നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറയുന്നു: ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലിരിക്കുന്നു. കാഴ്ച വ്യക്തമാകാത്തവൻ്റെ ഉത്തരമാണ്. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവ് അവനെ തൊടുമ്പോഴാണ് അവന് സൗഖ്യം ലഭിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്നു. ഇന്ന് ഈ സുദിനത്തിൽ നമുക്കും ആഗ്രഹിക്കാം: കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം, എൻ്റെ ജീവിതത്തെ നേരെ ചൊവ്വെ കാണാൻ, എൻ്റെ ജീവിതത്തിലുള്ളവരെ അങ്ങയുടെ കണ്ണുകളോടുകൂടി കാണാൻ, അങ്ങ് കണ്ടതുപോലെ എൻ്റെ കൂടെയുള്ളവരെ ദർശിക്കാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു: നീ എന്നോട് കണ്ണിലെഴുതാനുള്ള അഞ്ജനം ചോദിച്ചു വാങ്ങുക, ഞാനത് നിനക്ക് നൽകും, നിന്റെ കാഴ്ച തെളിയും. മറ്റുള്ളവരെ കാണാനുള്ള
കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം. ഈ മണിക്കൂറുകളിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളെ മുഴുവനും ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഒരു ബർത്തിമേയുസാണ് എന്ന ചിന്തയോടെ നമുക്ക് അവിടുത്തെ ഒരു സന്നിധിയിൽ ആയിരിക്കാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ബർത്തിമേയുസിനെ പോലെ ആഗ്രഹിക്കാം നമുക്ക്. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നമ്മുടെ നിലവിളി കേൾക്കുന്നവന്റെ മുമ്പിൽ നമുക്ക് ആരാധനയോടെ ആയിരിക്കാം. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിക്കാൻ നീ വരേണമേ. യേശുവേ, കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിക്കാൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ കാണുന്നവനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്ന ഈശോ സ്വർഗത്തിൻ്റെ മടിത്തട്ട് വിട്ട് ഈ മണ്ണിൽ മനുഷ്യനോടൊപ്പമായി അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലുമൊക്കെ പങ്കെടുത്ത് അതിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കൽവരി മലമകളിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാം. നമുക്കവിടുത്തെ ആരാധിക്കാം. ആരാധിച്ചുകൊണ്ട് നിലവിളി കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരമേകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഇന്നോളം കർത്താവ് ചൊരിഞ്ഞ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. ബർത്തിമേയുസിനെ പോലെ കാഴ്ചയില്ലാത്തവനായി നമ്മൾ ജീവിച്ചിട്ടുണ്ടാകാം. വഴിയരികിൽ എവിടെയോ ഇരിപ്പുറപ്പിച്ച് ആരൊക്കെയോ തരുന്നതും സ്വീകരിച്ച് നന്മയെ വിശുദ്ധിയെ ഒന്നും കൂട്ടുപിടിക്കാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ നിമിഷം ഈ മണിക്കൂറിൽ കർത്താവ് നിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നിന്നോട് കാതിലൊരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, ഒരാഗ്രഹം നിന്നോട് പറയട്ടെ. എൻ്റെ ഉള്ളിലൊരു അഭിലാഷം നിന്റെ കാതുകളിൽ ഞാൻ മന്ത്രിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിന് മുമ്പിൽ ഈ കാലഘട്ടങ്ങളിലുടനീളം നമ്മൾ അനുഭവിച്ച നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും വിഷമതകളെയും ആഗ്രഹങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കവിടുത്തെ ആരാധിക്കാം. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. ഞാനിതാ വിളിക്കുന്നു, ഈശോയെ വരേണമേ. ഞാനിതാ വിളിക്കുന്നു, ഹൃദയം കൊണ്ട് അവനെ വിളിച്ച് നമുക്ക് പാടാം. ഈശോയെ വരേണമേ.
എത്താൻ ബർത്തിമേസ് ചെയ്ത കാര്യം എന്താണ്? ഈശോയുടെ സന്നിധിയിലേക്ക് അവൻ എത്തിപ്പെടുന്നത് അവൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ്. വചനം പറയുന്നു, അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പുറംകുപ്പായങ്ങളാണ്, നമ്മുടെ ചില ഇഷ്ടങ്ങളാണ്, നമ്മുടെ ചില ബന്ധങ്ങളാണ്, ചില താല്പര്യങ്ങളാണ്. ഈശോയുടെ സ്വന്തമാകാൻ നമ്മൾ സ്വന്തമെന്ന് കരുതുന്നതിനെ ഉപേക്ഷിക്കണമെന്ന് നമുക്ക് നിമിഷം ഓർക്കാം. ഞാൻ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? പത്രോസ് പറഞ്ഞു, ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിക്കുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ സ്വന്തമാകാൻ ഞാൻ ഉപേക്ഷിക്കേണ്ട പുറംകുപ്പായം ഏതാണ്? ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന കാര്യം എന്താണ്? നമ്മളിലെ പാപമായിരിക്കാം, നമ്മളിൽ ചില തിക്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, ചില വാശികളായിരിക്കാം, ചില തഴക്കദോഷങ്ങളായിരിക്കാം. അവയെ ഉപേക്ഷിക്കുമ്പോൾ, ആ പുറംകുപ്പായങ്ങളെ ദൂരെ എറിയുമ്പോൾ ഞാൻ ഈശോയുടെ സ്വന്തമാവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ അന്ധൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പലപ്പോഴും നമ്മുടെ കാഴ്ചകൾ പൂർണ്ണമല്ല, പലപ്പോഴും കാണേണ്ടതുപോലെയല്ല നമ്മൾ കാണുന്നത്. ഈശോയെ കണ്ട കണ്ണുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ കാണാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ കാഴ്ചകൾക്ക് വെളിച്ചം നൽകണമേ. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദാവീദിൻ പുത്രനാ യേശുവേ, കരുണ തോന്നണമേ. ദാവീദിൻ പുത്രനാ യേശുവേ, കരുണ തോന്നണമേ. ലോകപാപം നീക്കും ദൈവമേ, ഞങ്ങളിൽ കനിയേണമേ. ലോകപാപം നീക്കും ദൈവമേ, ഞങ്ങളിൽ കനിയേണമേ. സുവിശേഷത്തിൻ്റെ അവസാനം ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധയാചകൻ എന്താണ് ചെയ്തത്? അവൻ ഈശോയെ അനുഗമിച്ചു, ഈശോയുടെ വഴിയെ നടന്നു, ഈശോയുടെ ശിഷ്യനായി അവൻ മാറുകയാണ്. ഈശോയെ കണ്ടുമുട്ടുന്നവർക്ക് ഈശോയുടെ കൂടെയായിരിക്കാനേ കഴിയുകയുള്ളൂ. കർത്താവേ, നീ ഞങ്ങളെ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്വന്തമാകാൻ നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളെയും, നമ്മുടെ സ്വന്തക്കാരെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ നിയോഗങ്ങളെയും കർത്താവിനോട് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മളോട് ചോദിച്ച ചോദ്യം മറ്റുള്ളവരോട് ചോദിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കർത്താവിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം. കണ്ണിന് കാഴ്ച കിട്ടാൻ, നല്ല കാഴ്ചകൾ കാണാൻ, കർത്താവ് കണ്ടതുപോലെ മറ്റുള്ളവരെ കാണാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. മനസ്സിലും ഹൃദയത്തിലും ഈശോയുടെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ. അവിടുത്തെ വിശുദ്ധ കുർബാനയുടെ വലിയ ആശീർവാദം നമുക്കൊന്നു ചേർന്ന് ഏറ്റുവാങ്ങാം. കർത്താവേ, വഴിയരിയിൽ നിന്ന തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസിനെ നീ വിളിച്ച് കാഴ്ച കൊടുത്ത് അവൻ അനുഗ്രഹിച്ചതുപോലെ നിലവിളിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തമ്പുരാന് മുമ്പിലായിരിക്കാം, അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്ന്